എല്ലാവർക്കും നമസ്കാരം. ആദ്യം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ മറന്നു പോകരുത്. അപ്പോൾ ലൈക്ക് ചെയ്ത് കേൾക്കുക. അപ്പം ഈ സംഭവം അനുഭവം എൻ്റെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷത്തിനൊരു കാരണമുണ്ട്. നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ടാസ്കുകളൊക്കെ ഇടും അല്ലേ. പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ടാസ്ക്കാണ് ഇടുക, അതിലെല്ലാം റെസ്പോണ്ട് ചെയ്ത് നല്ല രസമായിട്ട് അങ്ങനെ പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അനുഭവം വന്നു. അപ്പം നിങ്ങളോട് പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. അപ്പോൾ എല്ലാവരും കേൾക്കുകയല്ലേ. ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഉച്ച സമയത്ത് ഒരു വീഡിയോ കൃത്യമായിട്ടുണ്ടാവും. വല്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ തിരക്ക് വരുമ്പോഴേ അങ്ങനെ ഇല്ലാതെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ വേഗം തന്നെ കേൾക്കാം. അങ്ങ് ഈ അനുഭവം വായിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു അപേക്ഷയുണ്ട്, അങ്ങൊന്ന് ശ്രദ്ധിക്കണേ. ഇത് ഈ അടുത്ത 2 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. എൻ്റെ പേര് ബിന്ദു, തിരുവനന്തപുരത്താണ്. കേൾക്കുമ്പോൾ ചെറുതെന്ന് തോന്നുമെങ്കിലും എനിക്ക് അത് ഉണ്ടാക്കിയ അനുഭവം വളരെ വലുതാണ്. ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നു ചേർന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. 2005 മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സങ്കടങ്ങളും സന്തോഷവും പങ്കുവെക്കുന്നത് എൻ്റെ ഭഗവാനോടാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് പറയാൻ. അത് ഒന്നൊന്നായി ഞാൻ ഓരോ എപ്പിസോഡ് പോലെ ഞാൻ എഴുതി അറിയിക്കും സാർ. എനിക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും, നിൻ്റെ പത്മനാഭനോട് പോയി പറയൂ എന്ന്. അത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതിലെ വാക്കാണ്, നീ നിൻ്റെ പത്മനാഭനോട് ചോദിക്കൂ എന്ന്. ഇനി അനുഭവം പറയട്ടെ. ഈയിടെ നമ്മുടെ ഗ്രൂപ്പിൽ ഭഗവാനെ വർണ്ണിച്ച് പാട്ട് ഇടാറുണ്ട്. എനിക്കൊരു കൊതി തോന്നി, ഞാനും ഭഗവാനെ കുറിച്ച് ഒന്ന് എഴുതിയിട്ടോ. എൻ്റെ 1-2 കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കവിത പോലെ ഒന്ന് എഴുതി ഞാൻ അയച്ചു തരാം, ഒന്ന് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു. സാറ് അങ്ങ് അതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ ഒരു മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 വരി ഭക്തിഗാനം എഴുതിയിടൂ എന്ന്. എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. എൻ്റെ കണ്ണനല്ലേ സാറിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. 2 പേര് കാണാൻ ആഗ്രഹിച്ച എൻ്റെ വരികൾ നമ്മുടെ ഗ്രൂപ്പിൽ എത്രയോ പേര് കണ്ടു സാർ. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല സാർ. കണ്ണൻ എന്നെ അറിയുന്നു. വരികൾക്കൊരു മഹത്വമില്ല. എൻ്റെ കണ്ണൻ അറിഞ്ഞില്ലേ ഞാൻ എഴുതിയത്. എൻ്റെ കൂടെയുണ്ട്, ഓരോ ഭക്തരുടെയും കൂടെയുണ്ട്. എഴുതാനൊന്നും അറിയില്ല സാർ. വായിക്കുമെങ്കിൽ സാറിൻ്റെ സ്വരമാധുര്യത്തിലും ശൈലിയിലും കേൾക്കാൻ ഏറെ കൗതുകം ഉണ്ടാവുന്നു. സർവ്വതും കണ്ണൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടാസ്ക് ഇട്ട് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ഞാനിത് വായിച്ചപ്പോഴാണ് അറിയുന്നത് തന്നെ. അതൊരു സന്തോഷമാണല്ലേ. നമ്മൾ 1000 മെമ്പർമാരുള്ളപ്പം ഒരാൾക്കൊരു പ്രത്യേക സന്തോഷമായിട്ട് നമ്മൾ ഒരു ടാസ്ക് മാറി എന്ന് പറയുമ്പോൾ അതൊരു സുഖം തന്നെയാണ്. അങ്ങനെ ഓരോ ടാസ്കുകളും കൊടുക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മളറിയാതെ തന്നെ ചില ആളുകളൊക്കെ എഴുതുന്ന വരികൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ് അന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വരികൾ എഴുതിയിടുമെന്ന്. ഒരുപാട് വരികൾ, നല്ല അർത്ഥവത്തായ വരികളൊക്കെ സ്വന്തമായിട്ടുള്ളതാണ്. ആരുടെയും കോപ്പി അടിച്ചതൊന്നുമല്ല. അപ്പം ഉള്ളിലുണ്ട്, പലരുടെയും ഉള്ളിൽ പല കഴിവുകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പം എന്താ കഥ. ഈ ഒരു അനുഭവം സംതിങ് സ്പെഷ്യൽ തന്നെയായിരുന്നു. എന്ത് തന്നെയായാലും എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. ഈ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആ ഷെയർ ബട്ടൺ ഒന്ന് അമർത്തുക, ലൈക്ക് ചെയ്യുക. പിന്നെ ജോയിൻ ബട്ടണിലൂടെയാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരേണ്ടത്. ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷൻ ആയാലും മതി. കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.